നമുക്ക് കിട്ടുന്നത് ചെറിയ ചെറിയ തിങ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. നമുക്ക് എപ്പോഴും ഇപ്പൊക്കെ ഗ്രോസറീസ് ഒക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ബ്രൗൺ കവർ നമുക്ക് കിട്ടാറുണ്ട്. അതെങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ കാണുമ്പോൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. സോ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ബ്രൗൺ കവർ നമ്മൾ പേപ്പറിന് കൂടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. സോ അതിന് പകരം ഞാൻ ഈ കിച്ചൺ ഡ്രോവേഴ്സ് ഒക്കെ നമ്മൾ യൂഷ്വലി ന്യൂസ് പേപ്പർ വെക്കും. സോ ന്യൂസ് പേപ്പർ വെക്കേണ്ട പകരം നമുക്ക് ഈ ബ്രൗൺ കവേഴ്സ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഏതാ സൈസ് നമ്മുടെ ഡ്രോന്റെ സൈസ് നോക്കിയിട്ട് നമുക്കത് നീറ്റായിട്ട് അതങ്ങ് വെക്കാം. ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ അതത്ത് ആ ബ്ലാക്ക് കളർ ഇതൊക്കെ ചിലപ്പോൾ ആ ലാമിനേറ്റിലെ സ്റ്റിക്ക് ആവും. സോ ഇങ്ങനെ വെച്ച് നമുക്ക് നീറ്റായിട്ട് നമുക്ക് അതുമാതിരി ഞാൻ എല്ലാ ഡ്രോയിലും ഞാൻ അത് വിരിച്ചിട്ട് ബ്രൗൺ പേപ്പർ വിരിച്ചിട്ട് ഞാൻ ഇട്ടു. സോ ഇതാണ് ഫസ്റ്റ് വേ ഞാൻ എങ്ങനെ ഈ ബ്രൗൺ കവർ യൂസ് ചെയ്യുന്നത്. സോ അടുത്തത് ഞാൻ ഈ ഉള്ളി സ്റ്റാൻഡ് യൂഷ്വലി ഇങ്ങനത്തെ ഉള്ളി സ്റ്റാൻഡ് ആവുമ്പോൾ ഈ ഉള്ളിയുടെ തോലൊക്കെ ചിലപ്പോൾ അതിന്റെ അകത്ത് പോയിട്ട് താഴൊക്കെ പോവാറുണ്ട് നിലത്തൊക്കെ. സോ അതിന് ഞാൻ ഈ ബ്രൗൺ കവർ കട്ട് ചെയ്തിട്ട് 1 ലെയർ അത് വെച്ചിട്ട് പിന്നെ ഉള്ളിയും പിന്നെ പൊട്ടാറ്റോസും പിന്നെ മറ്റു സാധനങ്ങളൊക്കെ എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ അതിൽ നമുക്ക് വെച്ചാൽ അത് നീറ്റായിട്ട് അത് അവിടെ കിടക്കും. സോ നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ബ്രൗൺ കവർ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ആവും അതുമാതിരി നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ട്രേ ഞാൻ എണ്ണയൊക്കെ എന്റെ ഓയിൽ ക്യാൻസ് ആൻഡ് ഓയിൽ പാത്രമൊക്കെ വെക്കാനുള്ളതാണ്. സോ അതിന് ഞാൻ ആദ്യം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിന് മേലെ ഞാൻ ഇത് വെക്കും. സോ അതുകൊണ്ട് പിന്നെ എനിക്ക് ക്ലീനിങ് ചെയ്യുമ്പോഴും എനിക്കത് ഈസിയാണ്, അത്ര എണ്ണ മുഴുക്കുന്നില്ല. ഈവൻ കിച്ചൺ ഡ്രോസിലൊക്കെ നമ്മൾ ഇത് വെക്കുമ്പോൾ പൊടികൾ അതൊന്നും ഉണ്ടാവില്ല. നമുക്കത് ജസ്റ്റ് ആ കവർ എടുത്തിട്ട് നമുക്കത് ക്ലീനിങ് കുറച്ച് ലെസ് ആയിട്ട് ഉണ്ടാവും. സോ അങ്ങനെ ഞാൻ ഈ കവേഴ്സ് യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഈ ബാസ്ക്കറ്റിൽ ഞാൻ വെക്കാറുണ്ട്. ബിക്കോസ് ചില പാർട്ടിക്കിൾസ് ഒക്കെ അതെല്ലാം അങ്ങോട്ട് താഴെ വീഴും. സോ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ കവർ ഇട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് കവർ അങ്ങോട്ട് മാറ്റിയേ വേണ്ടു. ഇവിടെ വെക്കുന്നത് പിക്കിളും പിന്നെ നെയ്യ് പാത്രങ്ങൾ അതൊക്കെ. സോ അതിന് ഞാൻ ഒരു ലെയർ വെക്കും. പിന്നെ അതേമാതിരി ടൊമാറ്റോ വെക്കണം. സോ നിങ്ങൾക്ക് എങ്ങനെ അതുമാതിരി നിങ്ങൾക്ക് വെക്കാം. ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഇതുപോലെ ടിപ്സിനും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഈ ബ്രൗൺ കവേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അത് വേസ്റ്റ് ചെയ്യേണ്ട. ഇങ്ങനെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആവും അതുമാതിരി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. താങ്ക് യു.